നമസ്കാരം. ഇന്നലെ രാത്രി വളരെ രസകരമായൊരു വാർത്ത പുറത്തേക്ക് വന്നു. എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളോട് കാര്യമായി താല്പര്യം കാണിക്കാറില്ല. പക്ഷേ ഭയങ്കര രസം എന്ന് പറയാവുന്ന ഒരു വാർത്തയായിരുന്നു. കേരളത്തിലെ ഏതാണ്ട് 70ഓളം KSEB സബ് ഓഫീസുകളിൽ കേരള പോലീസിൻ്റെ വിജിലൻസ് വിഭാഗം ഒരു പരിശോധന നടത്തി. ശ്രദ്ധിക്കണം, KSEBയുടെ വിജിലൻസ് അല്ല, അവർക്ക് വിജിലൻസ് സംവിധാനമുണ്ട് SP-യുടെ നേതൃത്വത്തിൽ. ഇത് നമ്മുടെ സംസ്ഥാന വിജിലൻസ് വിഭാഗമാണ്. DGP മനോജ് എബ്രാഹിം മേധാവിയായിരിക്കുന്ന വിജിലൻസ്. ഈ വിജിലൻസ് 70 ഓഫീസുകളിൽ പരിശോധിച്ച് ഒട്ടുമിക്കയിടത്തും ക്രമക്കേടുകൾ കണ്ടെത്തി. 41 ഉദ്യോഗസ്ഥർ പ്രതികളായി. അവർ നടത്തിയത് ഈ സബ് കോൺട്രാക്റ്റിലെ അഴിമതി കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചത്. KSEBയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇപ്പോഴില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഔദ്യോഗിക ഓഡിറ്റ് അനുസരിച്ച് KSEBയിൽ കുറച്ചുപേരെ പിരിച്ചുവിടണം. എന്നാൽ KSEB മുമ്പോട്ട് പോകുന്നത് കോൺട്രാക്ട് വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ KSEBയിലും പോസ്റ്റ് മാറിയിടുന്നതും കമ്പി മാറ്റിയിടുന്നതും കണക്ഷൻ കൊടുക്കുന്നതും എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുന്നതും ഒക്കെ കോൺട്രാക്ടർമാരാണ്. ഇത്തരം കോൺട്രാക്ട് വർക്കുകൾ മുഴുവൻ അഴിമതിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവർ ടെൻഡർ വിളിക്കാതിരിക്കാൻ വേണ്ടി കുറഞ്ഞ തുകയ്ക്കുള്ള പല ടെൻഡറുകൾ കൊടുക്കും. ഒരു വർക്ക് വലിയ ടെൻഡർ ആയിരിക്കും, ആ വലിയ വർക്ക് കൊടുക്കാതിരിക്കാൻ അത് പല ടെൻഡറുകളാക്കും. ഒരേ കോൺട്രാക്ടർക്ക് തന്നെ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കോൺട്രാക്റ്റുകളുടെയോ വർക്കുകളുടെയോ ഒന്നും ഫയലില്ല. അങ്ങനെ അടിമുടി തട്ടിപ്പാണ്. ഏറ്റവും വിചിത്രമായ സംഗതി എന്തെന്ന് വെച്ചാൽ ഈ കോൺട്രാക്ടർമാർ കൈക്കൂലി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗൂഗിൾ പേ വഴി കൊടുത്ത ഏതാണ്ട് 16.5 ലക്ഷം രൂപ അഴിമതി പണം കണ്ടെത്തി. ശ്രദ്ധിക്കണേ, ഗൂഗിൾ പേ വഴി കൊടുത്ത കൈക്കൂലി കണ്ടെത്തി. ഈ 16.5 ലക്ഷം രൂപയും ഗൂഗിൾ പേ വഴി കൊടുത്തത് കൊണ്ട് മാത്രമാണ് കണ്ടെത്തിയത്. അല്ലാതെ നേരിട്ട് കൊടുക്കുന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ പ്രയാസമാണ്. സാധാരണഗതിക്ക് അഴിമതി നടക്കുന്നത് സാമ്പത്തിക ഇടപാട്, പണ ഇടപാടാണ്. അതൊരിക്കലും രേഖയുണ്ടാക്കി കൊടുക്കില്ല. എന്നാൽ എന്നിട്ടും 16.5 ലക്ഷം രൂപ ഇത്രയും ഓഫീസുകൾ പരിശോധിച്ചപ്പോൾ ഗൂഗിൾ പേ വഴി കൈക്കൂലി കൊടുത്തതായി കണ്ടെത്തി. അതിൻ്റെ കണക്ക് പുറത്തു വന്നിട്ട് കേരള കൗമുദി അത് വളരെ കൃത്യമായി ഗ്രാഫ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, അതായത് ഗസറ്റ് റാങ്ക് ആണെന്ന് ഓർത്തോണം. കുമളിയിൽ 35,000 രൂപ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വാങ്ങി. കട്ടപ്പനയിൽ 2,35,700 രൂപ വാങ്ങി. സുൽത്താൻപേട്ടിൽ 42,900 രൂപ വാങ്ങി. ചിറ്റൂരിൽ 1,27,000 രൂപ വാങ്ങി. കൽപ്പറ്റയിൽ 50,800 രൂപ. കൂത്തുപറമ്പിൽ 64,000 രൂപ. പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഓവർസിയർ 12,550 രൂപ. 2 ജീവനക്കാർ, ചോറ്റാനിക്കാർ 2 ജീവനക്കാർ 47,600 രൂപ. കൽപ്പറ്റയിലെ പബ്ലിക് റിലേഷൻ അസിസ്റ്റന്റ് 41,400 രൂപ. ചോറ്റാനിക്കരയിൽ താൽക്കാലിക ജീവനക്കാരൻ 88,800 രൂപ. പിന്നെ സബ് എഞ്ചിനീയർമാർ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തൊട്ട് താഴെയുള്ള ഓവർസിയുടെ മുകളിലുള്ള സബ് എഞ്ചിനീയർ. വർക്കലയിൽ ഒരു സബ് എഞ്ചിനീയർ 55,200 രൂപ. പാറശാലയിൽ ഒരാൾ 38,000 രൂപ. അഞ്ചലിൽ 2 പേർ 5,000 രൂപ വീതം. അടൂരിൽ ഒരാൾ 15,000 രൂപ. ചേർത്തലയിൽ 16,500 രൂപ. ചങ്ങനാശ്ശേരിയിൽ 1,83,000 രൂപ. കുമളിയിൽ 46,500 രൂപ. കട്ടപ്പനയിൽ 20,000 രൂപ. കട്ടപ്പനയിൽ മറ്റൊരാൾ 47,700 രൂപ. സുൽത്താൻപേട്ടിൽ ഒരാൾ 8,000 രൂപ. സുൽത്താൻപേട്ടിൽ മറ്റൊരാൾ 5,200 രൂപ. ചിറ്റൂരിൽ ഒരാൾ 20,000 രൂപ. ബത്തേരിയിൽ ഒരാൾ 33,000 രൂപ. ബത്തേരിയിൽ മറ്റൊരാൾ 4,000 രൂപ. മഞ്ചേരിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ 70,500 രൂപ. കൂടാതെ തിരുവല്ല ഓവർസിയർക്ക് തൊട്ടടുത്ത കട നടത്തുന്ന വ്യക്തി കൈമാറുന്നത് 1,67,000 രൂപ. കട്ടപ്പനയിലെ ഉദ്യോഗസ്ഥർ കരാറുകാർക്ക് അയച്ചത് 1,86,000 രൂപ. ഇതാണ് കേരള കൗമുദി കൃത്യമായി തിരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ്. ഈ ലിസ്റ്റൊക്കെ വിജിലൻസ് കിട്ടിയത് ഗൂഗിൾ പേ വഴി നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ എത്ര രൂപയുടെ അഴിമതിയായിരിക്കും നടക്കുന്നത്? ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ വൈദ്യുതി വിതരണത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെയും കുത്തകാവകാശം KSEBക്കാണ്. നമുക്ക് നമ്മുടേതായ രീതിയിൽ വൈദ്യുതി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചാൽ സർക്കാർ സമ്മതിക്കില്ല. സോളാർ പാനലുകളെ പോലും നിയന്ത്രിക്കാൻ വൈദ്യുതി ബോർഡ് വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വൈദ്യുതി ബോർഡിലെ മിക്ക ജീവനക്കാർക്കും മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കൂടിയ ശമ്പളമാണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന അതേ റാങ്കിലുള്ള മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് KSEB ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത്. അത് റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. റിസ്ക് ഫാക്ടറൊക്കെ കോൺട്രാക്ടർമാർക്ക് കൊടുത്തിട്ട് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ലൈൻമേനും വർക്കർമാർക്കും കൊടുക്കാം, കൂടി വന്നാൽ ഓവർസിയർക്ക് കൊടുക്കാം. ബാക്കിയുള്ളവർക്ക് എന്തിനാണ് ഈ റിസ്ക് ഫാക്ടറിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കുന്നത്? ഇവരുടെ ശമ്പളം കേട്ടാൽ ഞെട്ടിപ്പോകും. സർക്കാരിൻ്റെ കുത്തക കമ്പനിയാണ്. ലോകത്തെ വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം ചെയ്യുന്ന ലക്ഷക്കണക്കിന് കമ്പനികളിൽ തൊഴിലാളിയുടെ വേതനം അതിൻ്റെ ചെലവിനേക്കാൾ കൂടുതലുള്ള ഏക സ്ഥാപനം ഈ KSEB ആണെന്ന് ഓർക്കണം. അവർക്ക് കിട്ടുന്ന വലിയ ശമ്പളം മറുനാട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പരമ്പരകൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KSEBയിൽ വർക്കറായി ജോലിക്ക് കയറണമെങ്കിൽ യോഗ്യത 10ാം ക്ലാസ് തോൽവിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചാൽ KSEBയിൽ വർക്കറാവില്ല. ഈ അടുത്ത കാലത്ത് അതിനൊരു പരിഷ്കാരം കൊണ്ടുവന്നു പറയുന്നുണ്ട്.
പിണറായി വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിയ ഒരു പരിഷ്കാരമാണ്. KSEBയിൽ ഒരാൾ വർക്കറാകണമെങ്കിൽ 10ാം ക്ലാസ് തോക്കണം. ഇപ്പോൾ 99.97% 10ാം ക്ലാസ്സിലെ വിജയമെന്ന് ഓർക്കണം. അപ്പോൾ എന്ത് എളുപ്പമാണ്, ജയിച്ചവർക്ക് ജോലി കിട്ടില്ല, തോറ്റവർക്ക് കിട്ടും. KSEB ഉദ്യോഗസ്ഥർക്ക് KSEBയിൽ വർക്കറായി ജോലി കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് തോൽക്കണം. അതുകൊണ്ട് KSEBയിലെ പല ജീവനക്കാരും അവരുടെ മക്കളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കും. തോറ്റാൽ മാത്രമേ ജോലി കിട്ടൂ. ആ ജോലി കിട്ടി വർക്കറാവുന്നവർ ലൈൻമാനും ഓവർസിയറും എന്തിനേറെ സബ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറുമാകും. സബ് എഞ്ചിനീയർ ആകാൻ 50% സംവരണം ഓവർസിയേഴ്സിനുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവാൻ 20% സംവരണം സബ് എഞ്ചിനീയേഴ്സിനുണ്ട്. 10ാം ക്ലാസ് തോറ്റവർക്ക് വർക്കറാവാൻ പറ്റൂ, അവർക്ക് പ്രൊമോഷൻ വഴി ഓവർസിയർ ആവാൻ പറ്റൂ. 50% പേരും 10ാം ക്ലാസ് തോറ്റവർ പിന്നീട് സബ് എഞ്ചിനീയർ ആകും. അവിടെ നിന്ന് 20% പേർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവും. ആലോചിച്ച് നോക്കുക. ഈ ഓവർസിയറുടെ ശമ്പളം ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു, കൃത്യമായ കണക്ക് സഹിതം. ഒരു ഓവർസിയർ അപ്പർ ഗ്രേഡിലെത്തുമ്പോൾ അയാളുടെ ശമ്പളം ഇപ്പോൾ 1.5 ലക്ഷം രൂപയിൽ കൂടുതലാണ്. 10ാം ക്ലാസ് തോറ്റ ഒരാൾ 1.5 ലക്ഷം രൂപ വീതം ശമ്പളം വാങ്ങിയിട്ടും അയാളുടെ ആർത്തി തീരുന്നില്ല. അയാൾക്ക് കൈക്കൂലി വേണം. ആ കൈക്കൂലി വാങ്ങാൻ അയാൾക്കറിയില്ല. കാരണം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് അയാൾ ഗൂഗിൾ പേ വഴി തരാൻ പറയുന്നു. ഗൂഗിൾ പേ വഴി വന്നാൽ അത് ബാങ്ക് അക്കൗണ്ടിൽ കണക്കായി വരും എന്നറിയാതെ പോയി. അതുകൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് രൂപ ഈ 10ാം ക്ലാസ് തോറ്റ മഹാന്മാർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയത്. KSEB എന്ന വെള്ളാനയുടെ ഞെട്ടിക്കുന്ന കഥയിലെ ഏറ്റവും പുതിയ എപ്പിസോഡാണിത്. കേട്ട് ചിരിക്കുകയല്ലാതെ മറ്റെന്ത് വഴി?